നമുക്ക് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് ഒന്നുകൂടെ കഴുകിയെടുക്കാം. വലിയ അഴുക്കൊന്നുമില്ല, എന്നാലും നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഈ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ വെള്ള ആവോലി എങ്ങനെയാണ് നമുക്ക് കറി വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വെള്ള ആവോലി കറി വെക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. ഇത് നമ്മൾ തേങ്ങ അരച്ചാണ് കറി വെക്കുന്നത്. അതിന് വേണ്ടി ഒരു മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ചിരകി. അതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഞാനൊരു 5 ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാവും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മല്ലിപ്പൊടി നിർബന്ധമില്ല, വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം, അത്രേ ഉള്ളൂ, വേണമെന്നില്ല. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ കൂട്ടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല മഷി പോലെ അരഞ്ഞ് കിട്ടണം. വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത്രയും വെള്ളം മതിയാവും. കണ്ടോ, ജസ്റ്റ് ആ മേളിലേക്ക് ഒന്ന് കാണുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മളിത് അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ കറി ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിത് ചട്ടിയിലാണ് മീൻകറി വെക്കാൻ പോകുന്നത്. നേരെ അടുപ്പത്ത് ചട്ടിയിൽ മീൻകറി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മളിത് അരച്ചെടുത്ത അരപ്പും ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടി കലക്കിയെടുത്ത് ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇത് കുറച്ചുകൂടി വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. നമ്മൾ 4 കിലോ ആവോലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം വേണം ചേർക്കാൻ. അതായത് നമ്മൾ അരപ്പ് എടുക്കുമല്ലോ, അപ്പോൾ ഒരുപാടൊന്ന് തിക്കും ആവരുത്, എന്നാൽ വെറും ലൂസ് പോലെ ആവരുത്. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. കണ്ടോ, ഈ ഒരു പരുവത്തിനാണ് ഞാനിന്ന് എടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ്, ഞാൻ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. കറി നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്കതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. 2 കഷ്ണം കുടംപുളി നന്നായിട്ട് കഴുകി ചൂടുവെള്ളത്തിൽ കുതിർത്തതാണ്. ആ വെള്ളത്തോടു കൂടി തന്നെ കുടംപുളി ചേർത്ത് കൊടുക്കാം. കുടംപുളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആവോലി മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കഷ്ണങ്ങളൊന്നും ആക്കുന്നില്ല, മുഴുവനോടെ തന്നെ ചേർത്ത് കൊടുക്കുവാണ്. മീനിട്ട് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു തക്കാളിയും ഒരു 3 പച്ചമുളകും കൂടി കീറിയിട്ടത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. നമ്മുടെ ചട്ടിയിൽ വെക്കുന്നതുകൊണ്ട് തന്നെ ചട്ടി ചൂടാവാൻ കുറച്ച് താമസമാണെങ്കിലും ചൂട് കുറേ നേരം നിൽക്കും കേട്ടോ. അപ്പോൾ ഈ നമ്മൾ അടുപ്പിൽ വയ്ക്കുമ്പോൾ ഒരുപാട് തീയൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു സ്ലോ കുക്ക് ചെയ്ത് വന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിൽ കുറച്ച് ഉപ്പ് കുറവാണ്, ഞാനൊരു അല്പം ഉപ്പ് കൂടി ചേർക്കാൻ പോവുകയാണ്. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. മീൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇളക്കാനൊന്നും പാടില്ല, മീൻ പൊടിഞ്ഞു പോകും. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കേ ആവാവൂ. ഇനി നന്നായിട്ട് അതൊന്ന് തിളച്ച് ജസ്റ്റ് ഒന്ന് കുറുകി വരണം. മീൻകറി റെഡിയാവുന്ന സമയം കൊണ്ട് തന്നെ നമുക്കൊന്നൊരു ചുട്ടരച്ച ചമ്മന്തിയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ തേങ്ങ ഞാൻ അടുപ്പിലേക്കൊന്ന് വെക്കുന്നുണ്ട്. രണ്ട് തേങ്ങയും നമുക്ക് അടുപ്പിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ചുട്ടെടുക്കുന്നെങ്കിൽ നമ്മളെപ്പോഴും അടുപ്പിൽ ചെയ്യുന്നതാണ് നല്ലത്. ഗ്യാസിൽ നിന്ന് ഡയറക്റ്റ് ആ ഫ്ലെയിം കൊള്ളിച്ച് ഇതുപോലെ ഒന്ന് ചൂടുന്നതിനേക്കാളും നല്ലത് നമ്മളെപ്പോഴും അടുപ്പിൽ ചെയ്തെടുക്കുന്നതാണ്. തേങ്ങ നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഒത്തിരി നേരം തീയിലിടണ്ട, അത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തിയുടെ ടേസ്റ്റ് പോകും. ഈ ഒരു പരുവത്തിലങ്ങ് എടുത്താൽ മതി. ഉണ്ടോ, ഈ ഒരു രീതിയിൽ അത് നമുക്കൊന്ന് ചുട്ടെടുക്കാം. കത്താള് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെട്ടിക്കൊടുത്താൽ നമുക്ക് തേങ്ങ അതിനകത്തുനിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സൈഡൊക്കെ നമുക്കൊന്ന് ചെത്തിയെടുക്കാം. ജസ്റ്റ് ഒരു കരി ഉണ്ടാവും അതിനകത്ത്. അപ്പോൾ ആ ഫ്രണ്ടിലത്തെ സൈഡൊക്കെ ഒന്ന്
ചെത്തിയെടുത്താൽ മതി. ചെത്തി എടുത്തു കഴിഞ്ഞാൽ അത് ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നല്ല ചൂടുണ്ട്. ഈ ചിരട്ടയും കൂടി നമുക്ക് അതിനകത്ത് ഇളക്കി മാറ്റാം. കണ്ടോ, അത് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. ഈ സൈഡൊക്കെ ജസ്റ്റ് ഇങ്ങൊന്ന് കത്തി വെച്ചിട്ട് ഒന്ന് ചുരണ്ടി കൊടുത്താൽ മതി. നമുക്കത് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ചുരണ്ടി കളഞ്ഞാൽ ആ കരിയൊക്കെ ഒന്ന് പൊക്കോളും. കണ്ടോ, ഇനി നമുക്ക് നമ്മുടെ മീൻകറി ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, കറിയൊക്കെ ഏകദേശം തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റായിട്ട് നോക്കിക്കോണം. കുറവാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കരി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചുരണ്ടി കൊടുത്താൽ മതി. കണ്ടോ, ഒരുപാട് കരി അതിനകത്തുണ്ടെങ്കിൽ നമ്മുടെ ചമ്മന്തിക്ക് ഒരു കയ്പുണ്ടാവും. അതുകൊണ്ട് ആ ഭാഗമൊക്കെ നന്നായിട്ട് ചുരണ്ടി കൊടുത്തിട്ട് വേണം ചമ്മന്തിക്ക് വേണ്ടി എടുക്കാൻ. കണ്ടോ, ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ആ ചമ്മന്തിക്ക് ഒട്ടും തന്നെ കയ്പുണ്ടാവില്ല. നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ചുട്ടെടുത്ത ചമ്മന്തി തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഇത് അരയ്ക്കാനായിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. നമുക്ക് മിക്സിയിൽ പെട്ടെന്നൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. തേങ്ങ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. കുറച്ചുകൂടി ഒന്ന് കുറുകി വരാനുണ്ട്. നമുക്ക് ഒന്നും കൂടി ഒന്ന് ആക്കിയെടുക്കാം. നമ്മുടെ ആവോലിക്കറി തയ്യാറായിട്ടുണ്ട്. കണ്ടോ, നല്ല കുറുകിയ നല്ല മണമാണ്. ആ ചട്ടി തുറന്നു കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു മണം കിട്ടി. ഈ ഒരു സമയത്ത് നമുക്കിനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒന്ന് കടുക് വറുത്ത് ഒഴിക്കാനുണ്ട്. നമ്മുടെ ആവോലിക്കറി കുറുകി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും പരുവം മതിയാവും. നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. ഇനി നമ്മൾ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് കടുക് വറുത്തെടുക്കണം. അതൊന്ന് ചൂടാവട്ടെ. നമുക്ക് ആദ്യം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അല്പം മതിയാവും. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് വറ്റൽമുളകാണ്. ഒരു 3-4 വറ്റൽമുളക് ഒന്ന് ചെറുതായിട്ട് മുറിച്ച് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 5 ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് കനം കുറച്ച് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാൻ നമുക്ക്. ഇനി ആ ഉള്ളി ഒന്ന് ചെറുതായിട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മൾ ഗ്യാസിൽ ഉണ്ടാക്കുന്ന പോലെയല്ല, അടുപ്പത്ത് വെച്ച് എന്ത് ചെയ്താലും ഒരു പ്രത്യേക സ്വാദാണ്. ഈ കടു വറുക്കുന്ന പോലെ എനിക്ക് ഈ ഗ്യാസിൽ നമ്മൾ കടു വറുക്കുമ്പോൾ ഈ ഒരു മണം കിട്ടാറില്ല. പക്ഷേ ഇപ്പം നല്ലൊരു പ്രത്യേക ഒരു വാസനയുണ്ട് ഇതിന്. നമുക്കിനി ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ മീൻകറി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. നല്ല അടിപൊളി മീൻകറി കേട്ടോ. നല്ല കുറുകിയ ചാറോട് കൂടിയ കിടിലൻ മീൻകറിയാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് മീൻകറി ചെയ്ത് നോക്കുക. നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഈ മുറിച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതാദ്യം നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചമ്മന്തിക്ക് സാധാരണ ചേർക്കുന്ന പുളി, ഉള്ളി, ഇഞ്ചി, ഉപ്പ്, മുളക് എല്ലാം ചേർത്തിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ ചമ്മന്തി അരയ്ക്കാൻ നമുക്ക് കുറച്ച് വറ്റൽമുളക് കൂടി ഒന്ന് ചുട്ടെടുക്കാം. ആ കനലിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. നമുക്ക് മുളക് നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മുടെ തേങ്ങയിലേക്ക് നമ്മൾ ചുട്ടെടുത്ത് ഈ മുളക് ഇട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് ഇനി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 4-5 ചെറിയ ഉള്ളി, 4-5 അത്രയും മതിയാവും. അതിലേക്ക് ഒരു 2 ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് പുളി, ഇത്രയും വലിപ്പത്തിനുള്ള പുളി. ഇനി നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർക്കാം. കല്ലുപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്.
ഈ നിറത്തിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ചമ്മന്തി ഇതേ നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അതായത് അപ്പം എന്താ പറയുക, നമ്മൾ ചുട്ടെടുക്കുന്നതാണ് ജസ്റ്റ് ഭയങ്കരമായിട്ടൊന്ന് ഡ്രൈ ആയിരിക്കും. അപ്പം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. ലാസ്റ്റ് ഇതേ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട്, കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് അരയ്ക്കരുത്, ജസ്റ്റ് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാവാവും. നമ്മളിതേ കറിവേപ്പിലയും കൂടി ചേർത്തിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തി തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഈ ഒരു ബൗളിലേക്ക് മാറ്റുവാണ്. ഇനി നമുക്ക് കൈവച്ച് തന്നെ ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കിത് കൈവച്ച് തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കാം. നമ്മുടെ ഈ ചുട്ടരച്ച ചമ്മന്തിക്ക് സാധാ ചമ്മന്തി പോലെ അല്ല, നല്ല മണവും അതിനേക്കാളും ടേസ്റ്റുമാണ് കേട്ടോ ഇതിന്. ചമ്മന്തി തയ്യാറായിട്ടുണ്ട്. നമ്മൾ മീൻകറിയിൽ നിന്നുണ്ടാക്കി അതേപോലെ തന്നെ ആ അടുപ്പത്ത് വെച്ച് തന്നെ നമ്മളൊരു ചമ്മന്തിയും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈ 2 കറികളുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചോറിന് വേറെ ഒരു കറിയും വേണ്ട. നല്ല ഒന്നാം തരം ചുട്ടരച്ച ചമ്മന്തിയും തേങ്ങ അരച്ച് കുടംപുളി ഇട്ട ആ ഓലിക്കറി. ഇതിൽ കൂടുതൽ ഇനി എന്താ വേണ്ടത്?